എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനി പോള ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാനിത് എൻ്റേതായിട്ടുള്ള രീതി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതിപ്പോൾ വലിയ പീസാക്കി എടുക്കുന്നതേ ഉള്ളൂ. കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് പുരട്ടി വെച്ചിരുന്നു എന്നിട്ടുള്ളതായത്. ഇനി ഇത് ഞാനൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ മാതിരി എടുക്കുക. എന്നിട്ട് നമുക്കത് പിച്ചെടുക്കാം. അത് കാണിക്കാതെ വെളിച്ചെണ്ണ എടുക്കുന്നത്. ഒരു പാൻ വെച്ച് കത്തിച്ചിട്ടുണ്ട്. 2-3 സ്പൂൺ എണ്ണ മതി. ഫ്രൈ ആക്കുന്നില്ലെങ്കിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചെടുത്താലും മതി. പക്ഷേ ഇറാനി പോളയ്ക്ക് ടേസ്റ്റ് ഇതാണ്. ഇതൊക്കെ ഞാൻ മോളോട് കൂടിയുള്ള ഇറച്ചി എടുത്തേക്കുന്നത്. ചെറിയ നീട്ടൊന്ന് അടച്ചു വെക്കാം. എന്നാൽ ഇതിനകത്ത് നിന്നുള്ള വെള്ളം കൂടെ നിറഞ്ഞിട്ട് ഒന്ന് വെന്ത് വന്നിട്ട് പിന്നെ അത് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ പാൻ വെച്ച് തീ കത്തിച്ച് കുറച്ച് ഒരു ശകലം ഓയിൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസ് 2 സവാളയും ശകലം ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളകും ഇച്ചിരി കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഈ ഉള്ളിക്ക് വേണ്ടിയുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതായിരുന്നു. ഇടയ്ക്ക് ചിക്കനിൽ നമുക്ക് നോക്കണം. ഇതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ചിക്കനിലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, എരിവിൻ്റെ അനുസരിച്ചുള്ള കാശ്മീരി ചില്ലി ചേർക്കണം. ഒരു കളറൊക്കെ കിട്ടുമല്ലോ നമുക്ക്. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി വലിയ ജീരകം പൊടിച്ചത് അത് 1/4 ടീസ്പൂൺ മതി. പെരുജീരകം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത് അത് 1/4 ടീസ്പൂൺ ചേർക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി അത് 1/4 ടീസ്പൂൺ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ പൊടികടയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുക. നമ്മുടെ മസാലയെല്ലാം നന്നായിട്ടത് പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മതി, അരിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേണ്ട ഈ രീതി വറുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. ഇങ്ങനത്തെ ഉള്ളി അങ്ങ് കൂടുതൽ വേണ്ട, മസാലയായാലും ചിക്കൻ ഏറെ കിടക്കട്ടെ.
ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും വെള്ളം കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ഒക്കെ നോക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു നോക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള മാവ് റെഡിയാക്കാം. ഞാനിപ്പോൾ വേണ്ടി ഇതിന് 1.5 കപ്പ് മൈദ എടുത്തേക്കുന്നത്. അത് ആദ്യം നമുക്കങ്ങോട്ട് ഇടാം. മിക്സിയുടെ ജാറിലോട്ടിടാം. ഇതിലോട്ട് 3 മുട്ട ചേർത്തേക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിടാം. അത് കുറച്ച് കുരുമുളക് പൊടി, ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയാണ് കുരുമുളക് പൊടി ഇടുന്നത്. ഇട്ട് കുറച്ച് പാൽ ഒഴിക്കുക. നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇത് നമ്മൾ വേണ്ട മാവ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസം മതി. ഇതിനകത്ത് ഓയിൽ വേണമെങ്കിൽ കുറച്ച് 1-2 സ്പൂൺ ഓയിലൂടെ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് തൂത്തിട്ട് ഇതിൻ്റെ സൈഡിലും നടുക്കും എല്ലാം നന്നായിട്ട് ഓയിൽ തൂക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ പകുതി നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പകുതി ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു ചപ്പാത്തിക്കല്ല്. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് അത് നമുക്ക് ചൂടാക്കിയിട്ട് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടാക്കട്ടെ. ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് മാറ്റാം. എന്നിട്ട് ഈ മസാല ഇതിൻ്റെ മുകളിലോട്ട് നല്ലതുപോലെ സൈഡിലോട്ട് പോകരുത്. ഒരുപാടങ്ങ് സൈഡിലോട്ട് പോകാതെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുക്കണം. നമുക്ക് എന്നിട്ട് ബാക്കി മാവ് ഇതിൻ്റെ സൈഡിൽ നിന്നും തുടങ്ങണം. ഫുള്ള് കവർ ചെയ്ത് രീതി ഒഴിച്ചു കൊടുക്കണം. മുകളിലോട്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ നല്ല ഒരു ഭംഗി വരും കാണാൻ. ടൊമാറ്റോയും ഇച്ചിരി മല്ലിയിലയും വെച്ച് കുറച്ച് മല്ലിയിലയൊക്കെ വെച്ച് കൊടുക്കാം.
അടച്ച് വേവിച്ച് എത്ര ടൈം എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം തുറന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറഭാഗത്ത് ഒരു കളർ വരാൻ വേണ്ടി നമുക്ക് വേറെ ഒരു പാനിലോട്ട് ഞാൻ ഓയിൽ തൂത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. നമുക്ക് ഈ പാനിനകത്തോട്ട് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഈ ഭാഗം ഒരു 2 മിനിറ്റ് മതി. ഇടയ്ക്ക് നമ്മുടെ ഇച്ചിരി തീ ഒന്ന് കൂടിപ്പോയായിരുന്നോ എന്ന് സംശയം. നമുക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല, നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ പ്ലേറ്റോട്ട് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം ഒന്ന് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് കട്ട് ചെയ്തുകൂടെ നോക്കാം. കണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഓയിലൊന്നും ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇപ്പോൾ ചൂടോടെ കട്ട് ചെയ്തതേ ഉള്ളൂ. ഒന്ന് തണുത്തിട്ട് കട്ട് ചെയ്യുമ്പോഴേ നല്ലത്. ഇവിടെ ചിക്കൻ ഇറാനിപ്പോള റെഡി ആയിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാനും വേണ്ട എല്ലാ ഭാഗത്തും ചിക്കനും ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനെല്ലാം ഏത് മീറ്റാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെച്ചുണ്ടാക്കാം. അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ മഷ്റൂമോ പനീറോ ഒക്കെ വെച്ചുണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റാണ് അത് വെച്ചുണ്ടാക്കിയാലും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ഇടുകയും ഒക്കെ ചെയ്യണേ.